മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു വയസ്സുകാരൻ ചികിത്സ കിട്ടാതെ മരിച്ചുവെന്ന പരാതിയിൽ ദുരൂഹത മാറ്റുവാൻ അന്വേഷണം ഊർജിതമാക്കി പോലീസും ആരോഗ്യവകുപ്പും. ഖബറിടത്തിൽ നിന്ന് പുറത്തെടുത്ത കുട്ടിയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമേ മരണകാരണം വ്യക്തമാകും. അശാസ്ത്രീയ ചികിത്സയും മഞ്ഞപ്പിത്തം പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാകാത്തതും കുട്ടിയുടെ മരണത്തിന് കാരണമായോ എന്ന് ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. കുട്ടിക്ക് പ്രതിരോധ കുത്തിവയ്പ് അടക്കം നൽകിയിരുന്നില്ല എന്നും ആരോഗ്യവകുപ്പിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പടിഞ്ഞാറ്റുമുറി ജുമാ മസ്ജിദിലായിരുന്നു കുട്ടിയുടെ മൃതദേഹം കബറടക്കിയത്. അശാസ്ത്രീയ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന കോട്ടയ്ക്കൽ സ്വദേശി ഹിറ അറീറ നവാസ് ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് കോട്ടക്കലിൽ ദമ്പതികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വെച്ച് ഒരു വയസ്സുകാരൻ എസ് എൻ അർഹാൻ മരണപ്പെട്ടത്. പാല് കുടിച്ചതിന് പിന്നാലെ കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചുവെന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത്. ഇന്നലെ രാവിലെ തന്നെ കുട്ടിയുടെ ഖബറടക്കവും നടത്തി. തൊട്ടു പിന്നാലെ കുട്ടിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ആരോഗ്യവകുപ്പിന് പരാതി ലഭിക്കുകയായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയില്ല എന്നും ആരോപണമുണ്ട്. മഞ്ഞപ്പിത്തം ചികിത്സിച്ച് മാറ്റാത്തതാണോ മരണകാരണമെന്ന് ആരോഗ്യവകുപ്പ് പരിശോധിക്കുകയാണ്. അക്യുപഞ്ചറിസ്റ്റായ കുട്ടിയുടെ അമ്മ ഹിറ ഹറീറ അശാസ്ത്രീയ ചികിത്സാ രീതികൾ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. വീട്ടിൽ വെച്ചാണ് ഇവർ കുട്ടിയെ പ്രസവിച്ചത്. ശേഷം യാതൊരു വിധത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളും കുട്ടിക്ക് നൽകിയിട്ടില്ലെന്നും ആരോഗ്യവകുപ്പ് കണ്ടെത്തി. 2 മാസമായി മഞ്ഞപ്പിത്തം പിടിപെട്ടിട്ട് അവർ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ അടുത്ത് ഡോക്ടർ ഉണ്ടായിട്ട് പോലും അവർ കാണിച്ചില്ല. അവർ അവരുടെ വിശ്വാസത്തിൽ തുടരുകയാണ് ചെയ്തത്. കുട്ടിയുടെ വായിൽ നിന്ന് രക്തസ്രാവമുണ്ടായി. ശരീരമാസകലം മഞ്ഞ കളറുമുണ്ട്. മയ്യത്ത് കണ്ടുവന്നവർ പറഞ്ഞു. ഇന്നലെ 4 മണിക്കായിരുന്നു മരിച്ചു എന്നുള്ളത് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. അവസാനം ആരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് മരണം ഉറപ്പുവരുത്തുകയാണ് ഉണ്ടായത്. എന്ത് സംഭവിച്ചാലും അലോപ്പതി മരുന്നുകളെ ആശ്രയിക്കില്ല എന്ന അവരുടെ ദൃഢനിശ്ചയം അന്ധവിശ്വാസമാണ് ഇതിന് കാരണമെന്നാണ് സുമയ്യ ഉസ്മാൻ എന്നൊരാൾ സോഷ്യൽ മീഡിയയിൽ കമന്റായി കുറിച്ചത്. കൂടാതെ വിഷയത്തിൽ മറ്റു പല പ്രതികരണങ്ങളും ഉയർന്നുണ്ട്. എസ് എൻ അർഹാൻ എന്ന ഒരു വയസ്സുകാരൻ ഇന്ന് നമുക്കൊപ്പം ജീവിച്ചിരിപ്പില്ല. വിശ്വാസം തലയ്ക്ക് പിടിച്ച് പ്രാകൃതമായ രീതിയിൽ രക്ഷിതാക്കൾ സ്വയം ചികിത്സ നടത്തിയതിന്റെ ഇരയാണ് ഈ പൊന്നുമോൻ. ചികിത്സ നിഷേധിച്ച് ശരീരമാസകലം കുത്തിനോവിച്ചു കൊന്ന ഈ കുഞ്ഞിന് നീതി വേണം. മറ്റുള്ളവരുടെ വസ്ത്രത്തിന്റെ അളവ് നോക്കിയും ശരീരത്തിന്റെ ഇളക്കം നോക്കിയും നാട്ടിൽ കുത്തിത്തിരിപ്പിന് പഴുതു നോക്കി നടക്കുന്ന മതാന്ധത ബാധിച്ച അസർപ്പുമാർ തന്നെയാണ് ഇവനെ പോലുള്ളവന്മാരുടെ മെന്റർമാർ. വിശ്വാസം ചൂഷണം ചെയ്ത് 6-ാം നൂറ്റാണ്ടിനപ്പുറത്തേക്ക് തിരിച്ചു നടത്തുവാൻ എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നവരെ സമുദായം തിരിച്ചറിഞ്ഞ് കൈകാര്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് ബഷീർ അലി എന്നൊരാൾ പ്രതികരിച്ചത്. പ്രസവം വീട്ടിൽ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുകയും ഫേസ്ബുക്ക് വഴി നാട്ടുകാർ മുഴുവൻ അതിന് ഉപദേശിക്കുകയും ചെയ്യുന്ന അക്യുപഞ്ചർ വിദഗ്ധ ഹിറ ഹറീറ, അതായത് 6 മാസം കൊണ്ട് ഡോക്ടറാകുന്ന ഷുഹൈബ് റിയാലുമാണ് ഗുരു. മക്കൾക്ക് അസുഖം വന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ വീട്ടിൽ വെച്ച് തന്നെ തേനും മഞ്ഞളുമൊക്കെ കലക്കി കൊടുക്കുകയും സൂചി കുത്തുകയുമാണ് പരിപാടി. അതിന്റെ മഹത്വങ്ങൾ സോഷ്യൽ മീഡിയ വഴി വിളമ്പുകയും ചെയ്യും. ഒടുവിൽ സ്വന്തം കുഞ്ഞിനെ തന്നെ അവർ കൊലക്കി കൊടുത്തു. MTP റഫീഖിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അക്യുപങ്ക്ചർ ചികിത്സ നടത്തുകയും ആധുനിക ചികിത്സയെ സോഷ്യൽ മീഡിയയിൽ വന്ന് അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഹിറ ഹറീറ എന്ന യുവതിയുടെ കുഞ്ഞാണ് മരിച്ചത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടായിട്ടും കുട്ടിക്ക് ചികിത്സ നൽകുവാൻ മാതാപിതാക്കൾ തയ്യാറായില്ലെന്നാണ് ആരോപണമുയർന്നത്. ഒരു ചികിത്സാരീതി പഠിക്കുകയും മറ്റെല്ലാ ചികിത്സാരീതിയെയും മെഡിസിനെ കഴിവുകെട്ടതെന്ന് പറയുകയും ചെയ്യുന്ന മുറി വൈദ്യന്മാർ നാട്ടിൽ പെരുകുകയും വീട്ടിൽ മതി പ്രസവമെന്ന് കർക്കശമായ നിലപാടെടുത്ത പലരും ഭാര്യമാരെ കൊലക്കി കൊടുത്തിട്ടുണ്ടെന്ന് എത്ര ബോധവൽക്കരണം നടത്തിയാലും നിയമ നടപടി സ്വീകരിച്ചാലും ഈ പ്രാകൃത ചിന്തയുള്ളവർ ഇനിയും ഉണ്ടാകും. കൂടാതെ മരണങ്ങളും. അപ്പോഴൊന്നും അവരുടെ മതവും ജില്ലയും ചുകഞ്ഞു നോക്കി അധിക്ഷേപിക്കരുത്. അതാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണം കാണിച്ച കുട്ടിക്ക് മഴ നനഞ്ഞാൽ അസുഖം മാറുമെന്ന തരത്തിലുള്ള അബദ്ധധാരണകളടക്കം മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കുറച്ചു ദിവസങ്ങളായി കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നതായാണ് വിവരം. എന്നാൽ രോഗം മൂർച്ഛിച്ചിട്ടും കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുവാനോ ഏതെങ്കിലും തരത്തിലുള്ള ആധുനിക ചികിത്സ നൽകുവാനോ മാതാപിതാക്കൾ തയ്യാറായില്ല. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞതോടെ കുഞ്ഞിന്റെ സ്ഥിതി അതീവ ഗുരുതരമായിട്ടും ആശുപത്രിയിലേക്ക് മാറ്റുവാൻ മാതാപിതാക്കൾ തയ്യാറായില്ല എന്നാണ് വിവരം. വൈകുന്നേരത്തോടെ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങി. 2024 ഏപ്രിൽ 24-നാണ് എസ് എൻ ജനിച്ചത്. വീട്ടിലായിരുന്നു ഹിറയുടെ പ്രസവം നടന്നത്. 1 വയസ്സായിട്ടും കുഞ്ഞിന് ഇതുവരെയും യാതൊരു തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളും മാതാപിതാക്കൾ നൽകിയില്ല എന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഹിറയുടെ പ്രസവശേഷം അന്നത്തെ പോസ്റ്റിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു.
ഇന്ന് ഹോസ്പിറ്റലുകളിലെ എല്ലാവിധ സാങ്കേതിക വിദ്യകളോടും കൂടി മാത്രം നടക്കുന്ന പ്രസവം എന്ന പ്രക്രിയ വളരെ സിമ്പിളായി വീട്ടിൽ നടക്കുമ്പോൾ കൂടെയുള്ള ഉമ്മമ്മക്കോ നവാസ്കയ്ക്കോ എനിക്കോ ഒരു തരി ആശങ്കയോ പേടിയോ ഇല്ലായിരുന്നു എന്നത് തന്നെ വളരെയേറെ ആശ്വാസം നൽകി. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രകൃതിപരമായ പ്രവർത്തനത്തിലുള്ള വിശ്വാസവും അടിയുറച്ച തീരുമാനവും മനസ്സിനെ ഒരു തരി പതറാതെ നിർത്തുകയും പടച്ചവന്റെ അപാരമായ അനുഗ്രഹത്താൽ എല്ലാം മനോഹരമായി കഴിയുകയും ചെയ്തു. എടുത്തു പറയാനുള്ളത്, പ്രഗ്നൻസി പീരീഡിൽ ഒരു തവണ പോലും ഹോസ്പിറ്റലിൽ പോവുകയോ സ്കാനിങ്ങോ മറ്റു ചെക്കപ്പുകളോ നടത്തുകയോ ചെയ്തിട്ടില്ല. യാതൊരു മരുന്നും കഴിച്ചിട്ടില്ല. ഗർഭിണിയായാൽ വെള്ളവും ഭക്ഷണവും രണ്ടാൾക്കുള്ളത് കഴിക്കണമെന്നും വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണം ധാരാളമായി കഴിക്കണമെന്നുള്ള തെറ്റായ പൊതുബോധത്തിന് വിപരീതമായി ദാഹത്തിനനുസരിച്ച് മാത്രം വളരെ കുറച്ച് വെള്ളവും 1-2 നേരം മാത്രം എനിക്ക് ഇഷ്ടം തോന്നുന്ന ഭക്ഷണങ്ങൾ മാത്രവും കഴിച്ച് ഈത്തപ്പഴവും വത്തക്കയും ഒരു മുറുക്ക് വെള്ളവും മാത്രമുള്ള അത്താഴം കൊണ്ട് മുഴുവൻ നോമ്പുമെടുത്ത് ഗർഭകാലം കഴിച്ചു കൂട്ടിയതിനാലാണ് എൻ്റെ ഗർഭകാലവും പ്രസവവും ഇത്ര സുഗമമായതെന്ന് എനിക്ക് പറയുവാൻ കഴിയും. എന്നിട്ടും ഞാൻ 7 കിലോ വെയിറ്റ് കൂടി. കുട്ടി 2.600 കിലോഗ്രാം. ഒന്നാമത്തെ കുട്ടിയുടെ അതേ തൂക്കം തന്നെ. പാലും ഒട്ടും കുറവില്ല. ഗർഭകാലം മാക്സിമം 9 മാസം 7 ദിവസം എന്ന ഇക്കാലത്തെ കണക്കിനെ തെറ്റിച്ച് 9 മാസം 12-ാം ദിവസമാണ് ഞാൻ പ്രസവിച്ചത്. തലയ്ക്ക് പകരം കാലാണ് ആദ്യം വന്നത്. എന്നിട്ടും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കയ്യിൽ നിന്ന് സോപ്പ് വഴുതി വീഴുന്നത് പോലെ കുട്ടി മുഴുവനായും പുറത്തേക്ക് ചാടി. പ്രസവിച്ച സ്ത്രീകൾക്കെല്ലാം തുറന്നിടുന്ന ഈ കാലത്ത് ചെറിയൊരു പൊട്ടൽ പോലും വജൈനൽ ഭാഗത്തുണ്ടായില്ല എന്നത് എന്നെ ഏറെ കൗതുകപ്പെടുത്തി. അതിനാൽ തന്നെ പ്രസവം കഴിഞ്ഞാലും ഉടൻ നടക്കാനും ഇരിക്കാനും എൻ്റെ കാര്യങ്ങൾ സ്വയം ചെയ്യുവാനും അനായാസം കഴിയുന്നു. പ്ലാസന്റയും ഗർഭപാത്രത്തിൽ നിന്നുള്ള മറ്റു മാലിന്യങ്ങളും നമ്മൾ വലിച്ചെടുക്കുകയോ ഉള്ളു ക്ലീൻ ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ശരീരം തന്നെ സ്വയം അത് മുഴുവനായും പുറന്തള്ളുന്നു. പ്രസവവേദന അനുഭവിക്കുന്ന സമയത്ത് ആശ്വസിപ്പിക്കുവാനും തലോടാനും എല്ലാം സ്വന്തക്കാർ അരികിലുണ്ടാവുക എന്നത് ഏതൊരു സ്ത്രീയുടെയും വലിയ ആഗ്രഹമായിരിക്കും. പ്രിയതമനും ഉമ്മയും അടക്കം വേണ്ടപ്പെട്ടവരുടെയൊക്കെ എല്ലാം ദരസാന്നിധ്യം ആ സമയത്ത് എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞുവെന്നതിൽ ഞാൻ ഭാഗ്യവതിയാണ്. ഇതായിരുന്നു ഹീറ അന്ന് ആ പോസ്റ്റിൽ കുറിച്ച ചില ഭാഗങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.